കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം ഉടൻ തീരുമെന്ന് രമേശ് ചെന്നിത്തല. 2-3 പേർക്ക് ആഗ്രഹമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കണമെന്ന് KPCC സർക്കുലർ ഉണ്ടായിരുന്നു. അവിടെ മേയർ ആരാകണമെന്ന കാര്യത്തിൽ താൻ ഇടപെട്ടിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ മേയറെ തീരുമാനിക്കുമ്പോൾ തർക്കങ്ങളൊക്കെ സ്വാഭാവികമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. 2-3 പേർക്ക് ആഗ്രഹം ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നതുപോലെ പാർട്ടി ഓഫീസിൽ വെച്ചല്ല തീരുമാനം ഉണ്ടാക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ അല്ലാണ്ട് ഒരാളുടെ പേര് പാർട്ടി ഓഫീസിന് കൊടുക്കുന്നത് വെച്ച് തീരുമാനിക്കുന്ന പാർട്ടിയല്ല ഇത്. അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായമൊക്കെ അറിഞ്ഞ് തീരുമാനിക്കും. ഇന്നത്തേതോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. 1-2-3 ആളുകൾ ഒരു ഭാഗത്തേക്ക് വരും, സ്വാഭാവികമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്ന പോലെ അല്ല ഞങ്ങൾ തീരുമാനിക്കുന്നത്. മെമ്പേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ തീരുമാനിക്കും. തെറ്റുണ്ടെങ്കിൽ തിരുത്തും. കോൺഗ്രസിന് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഏകാധിപത്യപരമായ നിലയിൽ CPM എടുക്കുന്ന പോലെ ആരെയും ഞങ്ങൾ അടിച്ചേൽപ്പിക്കാറില്ല. മെമ്പേഴ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ തേടിയാണ് ചെയ്യാറുള്ളത്. ഇന്നത്തെ ഒഴിവും എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ പ്രശ്നവും മറ്റെല്ലായിടത്തെ പ്രശ്നവും അവസാനിക്കും. കൊച്ചി മേയറെ തീരുമാനിക്കുന്ന കാര്യത്തിൽ താൻ ഇടപെട്ടിട്ടില്ല. തനിക്ക് ചുമതല കോഴിക്കോടായിരുന്നു. അവിടെ 3 സീറ്റിനാണ് ഭരണം പോയത്. എനിക്ക് കോഴിക്കോടായിരുന്നു ചാർജ്. 3 വോട്ടിന് തോറ്റുപോയതാണ്. അല്ലെങ്കിൽ കോഴിക്കോട് മേയറുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രധാനപ്പെട്ട തീരുമാനം. എനിക്ക് കോഴിക്കോട്, കെ സുധാകരന് കണ്ണൂർ, VD സതീശൻ എറണാകുളം, കൊല്ലത്ത് VS ശിവകുമാർ, തിരുവനന്തപുരത്ത് K മുരളീധരൻ, ഇങ്ങനെ ഞങ്ങൾക്ക് ഇതെല്ലാം വീതിച്ചു തന്നിരിക്കുകയാണ്. എനിക്കുള്ള വർഷം 3 സീറ്റിനാണ് കോഴിക്കോട് തോറ്റത്. ഒരു 60 വോട്ടിൻ്റെയാണ് 3 സീറ്റിലും വന്നത്. അല്ലാതെ കോഴിക്കോട് മേയറും നമുക്ക് ലഭിച്ചേനെ. ഒരു മേയറെ തീരുമാനിക്കാൻ കഴിയാത്ത പാർട്ടി എങ്ങനെ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന ചോദ്യത്തിന് ജനങ്ങൾ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തുകൊള്ളും എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.